ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഈ ചാപ്റ്ററിൻ്റെ ഫോമുലയെല്ലാം നിങ്ങൾ പഠിച്ച് കാണുമെന്ന് കരുതുന്നു. തൊട്ട് മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു. ഇനി നമുക്കിതിന് നീറ്റിന് ചോദിച്ച ക്വസ്റ്റ്യൻസാണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു 10 വർഷത്തിന് മുൻപ് തുടങ്ങി നീറ്റിന് 2020 വരെ ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി കീമിനെ സംബന്ധിച്ചായിട്ടും നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് തന്നെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ കണ്ടൻറ്റും ഇതേ ടൈപ്പ് പ്രോബ്ലമാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓരോ ക്വസ്റ്റ്യനും നല്ല ശ്രദ്ധയോടുകൂടി ചെയ്യുക. ഫോമുല ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ തിയറിയുടെ പാർട്ട് ഒന്നുകൂടെ ക്ലിയറായിട്ട് പഠിച്ചിട്ട് ഈ പ്രോബ്ലംസും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ശ്രദ്ധയോടുകൂടി പഠിക്കുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ഓരോന്നായിട്ട് നോക്കാം. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ സ്ഫെറിക്കൽ കണ്ടക്ടർ ഓഫ് റേഡിയസ് 10 cm ഹാസ് എ ചാർജ് ഓഫ് 3.2 × 10⁻⁻7 coulomb distributed uniformly. What is the magnitude of electric field at a point 15 cm from the center of the sphere? 1/4πε0യുടെ വാല്യൂ തന്നിട്ടുണ്ട്. 9 × 10⁻⁹ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളം സ്ക്വയർ. നീറ്റിന് 2020 ചോദിച്ച ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? ഒരു സ്ഫെറിക്കൽ കണ്ടക്ടർ ഉണ്ട്, അതിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ട്, ചാർജ് തന്നിട്ടുണ്ട് അല്ലേ, അവിടെയുള്ള ചാർജ് തന്നിട്ടുണ്ട് 3.2 × 10⁻⁻7 കൂളം. ചോദിച്ചിരിക്കുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് എ പോയിൻറ്റ് 15 cm ഫ്രം ദി സെൻറ്റർ ഓഫ് ദി സ്ഫിയർ. നമുക്ക് ആൻസർ നോക്കാം. ഡിസ്റ്റൻസ് തന്നിട്ടുണ്ടല്ലേ, ഡിസ്റ്റൻസ് r = 15 cm എന്ന് തന്നിട്ടുണ്ട്. ചാർജ് Q 3.2 × 10⁻⁻7 കൂളം. സോ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഈസ് ഈക്വൽ ടു 1/4πε0 Q/r എന്നാണ് ഫോർമുല, വിച്ച് ഇസ് ഈക്വൽ ടു 9 × 10⁻⁹ × 3.2 × 10⁻⁻7 ഡിവൈഡഡ് ബൈ 1/4πε0 ആണ് 9 × 10⁵ എന്ന് കൊടുത്തിരിക്കുന്നത്. ഡിവൈഡഡ് ബൈ 15ൻ്റെ സ്ക്വയർ എടുക്കണം. 15 cm ആണ്. 15 × 10⁻² മീറ്റർ. സോ 15ൻ്റെ സ്ക്വയർ 225 × 10⁻⁻4 വിച്ച് ഇസ് ഈക്വൽ ടു കിട്ടുന്ന ആൻസർ 1.28 × 10⁵ ന്യൂട്ടൺ പെർ കൂളം എന്നാണ്. ഇവിടെ ഓർത്ത് വെക്കേണ്ടത് ഈ ഫോർമുലയാണ്. ഓപ്ഷൻ ബി. നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ഇവിടെ ഒരു സ്ഫെറിക്കൽ കണ്ടക്ടർ ആയിരുന്നു അല്ലേ. സ്ഫെറിക്കൽ കണ്ടക്ടർ കൊണ്ടുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി, സ്ഫിയറിൻ്റെ റേഡിയസ് ആറും, ഇവിടെ നിന്നൊരു സ്മോൾ ആർ ഡിസ്റ്റൻസിലുള്ള ഒരു പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഫോർമുല E = 1/4πε0 × Q/r ആണ്. ഇനി സ്ഫിയറിൻ്റെ സർഫസിലെ പോയിന്റ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഈസ് ഈക്വൽ ടു 1/4πε0 × Q/R. സ്ഫിയറിനകത്താണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി 0 ആണ്. അതായത് ഈ ഡിസ്റ്റൻസ് റേഡിയസിനേക്കാൾ കുറഞ്ഞ അകത്തേക്ക് പോവുകയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഈസ് ഈക്വൽ ടു 0. കാരണം ചാർജ് സർഫസിൽ മാത്രമേ കാണൂ, അകത്തേക്ക് ചാർജ് ഒരു കണ്ടക്ടറിൻ്റെ അകത്തേക്ക് ഇൻസൈഡ് ദി കണ്ടക്ടർ ചാർജ് കാണത്തില്ല. സോ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഈസ് ഈക്വൽ ടു 0. നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. എ ഹോളോ മെറ്റൽ സ്ഫിയർ ഓഫ് റേഡിയസ് r ഈസ് യൂണിഫോംലി ചാർജ്ഡ്. ദി ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ദി സ്ഫിയർ അറ്റ് എ ഡിസ്റ്റൻസ് r ഫ്രം ദി സെൻറ്റർ. ഇത് 2019 ചോദിച്ച ക്വസ്റ്റ്യനാണ്. അപ്പോൾ സ്ഫിയറിൻ്റെ സെൻറ്ററിൽ നിന്ന് റേഡിയസ് ക്യാപിറ്റൽ ആറുള്ള സ്ഫിയറാണ്, അതിൽ നിന്നൊരു സ്മോൾ ആർ ഡിസ്റ്റൻസിൽ ഉള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയെ പറ്റിയാണ് ചോദിച്ചത്. നമ്മുടെ ഓപ്ഷൻസ് നിങ്ങൾ ഓരോന്നായിട്ട് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. സ്മോൾ ആർ എന്ന ഡിസ്റ്റൻസ് എത്രയാണെന്ന് ഓരോ ഓപ്ഷനിലും പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ നോക്കാം. ഡിക്രീസസ്, ഇലക്ട്രിക് ഫീൽഡ് ഡിക്രീസസ് എസ് ആർ ഇൻക്രീസസ് ഫോർ ആർ ലെസ് ദാൻ ക്യാപിറ്റൽ ആർ ആൻഡ് ഫോർ ആർ ഗ്രേറ്റർ ദാൻ ക്യാപിറ്റൽ ആർ. അതായത് നമ്മുടെ റേഡിയസിനേക്കാൾ കുറഞ്ഞ സ്ഥലത്ത് കുറഞ്ഞ ഡിസ്റ്റൻസിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഡിക്രീസ് ചെയ്യുന്നുണ്ട് ഇലക്ട്രിക് ഫീൽഡ്. ഇനി റേഡിയസിനേക്കാൾ കൂടിയ ഡിസ്റ്റൻസിലും ഡിക്രീസ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്.
പക്ഷേ നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് കണ്ടു കഴിഞ്ഞു ഒരു സ്ഫിയറിൻ്റെ അകത്തെ പോയിൻറ്റിലെല്ലാം ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി 0 ആണ്. അപ്പോൾ റേഡിയസിനേക്കാൾ ഡിസ്റ്റൻസ് കുറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്തായാലും 0 ആയിരിക്കും. അപ്പോൾ നിങ്ങളിങ്ങനെ ഓപ്ഷൻസ് നോക്കുമ്പോൾ 0 വരുന്ന ഓപ്ഷൻ 2 ഓപ്ഷൻസ് ഉണ്ട് അല്ലേ, സിയും ഡിയും. 0 as r increases for r less than r, സി ഓപ്ഷനാണ് വായിക്കുന്നത്. ആൻഡ് ഡിക്രീസസ് as r increases for r greater than r. അപ്പോൾ സ്ഫിയറിനകത്ത് 0 ആണ്. ഇനി സ്ഫിയറിന് പുറത്തേക്ക് പോകുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഫോർമുല നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ അറിയാം, Q/4πε0 r. പുറത്തെ ഡിസ്റ്റൻസ് ആണ് എടുക്കുന്നത്. അപ്പോൾ r ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഡിക്രീസ് ചെയ്യുന്നുണ്ട്. റേഡിയസിനേക്കാൾ r ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഡിക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ സി കറക്റ്റാണ്. പിന്നെ അതുപോലത്തെ ഓപ്ഷനാണ് ഡി. ഒന്ന് ചെക്ക് ചെയ്ത് പോകാം. 0 as r increases for r less than r and increases as r increases എന്നാണ്. അപ്പോൾ ആ ഓപ്ഷൻ തെറ്റാണ് അല്ലേ. അകത്ത് 0യും പുറത്തേക്ക് പോകുമ്പോൾ കൂടുന്നു എന്നാണ്. നമുക്കറിയാം പുറത്തേക്ക് പോകുമ്പോൾ കുറയുകയാണ് ചെയ്യുന്നത്. മാക്സിമം സ്ഫിയറിൻ്റെ സർഫസിലാണ്. അപ്പോൾ ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2 parallel infinite line charges with linear charge densities plus lambda coulomb per meter and minus lambda coulomb per meter are placed at a distance of 2r in free space. What is the electric field midway between the two line charges? ക്വസ്റ്റ്യനിൽ 2 parallel infinite line charges with linear charge densities lambda and minus lambda അല്ലേ, അത് ഒരു 2r ഡിസ്റ്റൻസിൽ ഫ്രീ സ്പേസിൽ വെച്ചിരിക്കുന്നു. What is the electric field midway between the two line charges? അപ്പം നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ 2 ഇൻഫിനിറ്റ് ലൈൻ ചാർജസ് ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു ഡിസ്റ്റൻസ് 2r ആണ്. ഇതിൻ്റെ ലീനിയർ ചാർജ് ഡെൻസിറ്റീസ് ലാംഡ ആൻഡ് മൈനസ് ലാംഡ. ഇനി നമുക്ക് ചോദിച്ചിരിക്കുന്നത് ഇതിൻ്റെ 2 ചാർജിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസിൽ സെൻറ്ററിൽ വരുന്ന പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ഈ 2 കണ്ടക്ടേഴ്സും കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡയാണ്. അപ്പോൾ ഇതൊരു പോസിറ്റീവ്ലി ചാർജ്ഡ് കണ്ടക്ടറാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഇലക്ട്രിക് ഫീൽഡ് പോസിറ്റീവ് ചാർജിൽ നിന്ന് എവേ ഫ്രം ദി കണ്ടക്ടർ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ പോയിന്റിൽ മാർക്ക് ചെയ്താൽ ഫസ്റ്റ് കണ്ടക്ടർ കൊണ്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് എവേ ഫ്രം ദാറ്റ് കണ്ടക്ടർ E1ൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ ആയിരിക്കും. ഇനി രണ്ടാമത്തെ കണ്ടക്ടറിന് നെഗറ്റീവ് ചാർജാണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും നെഗറ്റീവിലേക്കാണ് പോയിന്റ് ചെയ്യുന്നത്. സോ സെക്കൻഡ് കണ്ടക്ടർ കൊണ്ടുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് E2 ഈ കണ്ടക്ടറിലേക്ക് പോയിന്റ് ചെയ്യും. E2ൻ്റെ ഡയറക്ഷൻ ഇതാണ്. E1ഉം E2ഉം ഒരേ ഡയറക്ഷനിലാണ്. അപ്പം നെറ്റ് ഫീൽഡ് എന്ന് വെച്ചാൽ രണ്ടും കൂടെ ആഡ് ചെയ്യണം അല്ലേ. സോ നെറ്റ് ഫീൽഡ് അറ്റ് O is equal to E1 പ്ലസ് E2. അതെങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഇവിടെ ഫസ്റ്റ് കണ്ടക്ടറിൻ്റെ ലീനിയർ ചാർജ് ഡെൻസിറ്റി പോസിറ്റീവ് ആയിരുന്നു. അപ്പോൾ അതൊരു പോസിറ്റീവ്ലി ചാർജ്ഡ് കണ്ടക്ടറാണ്. അതിൽ നിന്ന് ഇലക്ട്രിക് ഫീൽഡ് എവേ ഫ്രം ദി കണ്ടക്ടറായിട്ടേ മാർക്ക് ചെയ്യാൻ പറ്റൂ. ഇനി ഇത് നെഗറ്റീവ് ആയതുകൊണ്ട് ടുവേർഡ്സ് ദി കണ്ടക്ടർ. അപ്പോൾ ആക്ച്വലി രണ്ടും ഒരേ ഡയറക്ഷനിലാണ്. ഇനി നിങ്ങൾക്കറിയാം ഒരു തിൻ ഇൻഫിനിറ്റ് ലൈൻ ചാർജ് കൊണ്ടുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഫോർമുല ഈസ് ഈക്വൽ ടു λ/2πε0r ആണ്. നമുക്ക് അങ്ങനെ ഇവിടെ അതേ സർഫസ് ചാർജ് ഡെൻസിറ്റി ഉള്ള 2 കണ്ടക്ടേഴ്സാണുള്ളത്. സോ ഈസ് ഈക്വൽ ടു E1 λ/2πε0r. രണ്ടും ഈ സെൻട്രൽ പോയിന്റ് ആയതുകൊണ്ട് രണ്ടിലേക്കുള്ള ഡിസ്റ്റൻസ് സെയിം ആയിരിക്കുമേ. E2ഉം സെയിം ആണ്. E2 എത്ര വരുന്നു? λ/2πε0r. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് വരുന്നു? 2 λ/2πε0r. 2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ λ/πε0r എന്ന് വരും. ഓക്കെ, ഡിസ്റ്റൻസ് എടുത്തപ്പോൾ 2r ആണ് ഈ 2 കണ്ടക്ടേഴ്സിനും ഇടയിലുള്ള ഡിസ്റ്റൻസ്. അപ്പം സെൻറ്ററിലെ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് r ആണ്. ക്വസ്റ്റ്യൻ തന്നിരുന്നത് ക്യാപിറ്റൽ R ആണ്. അപ്പോൾ നമ്മളിവിടെ ക്യാപിറ്റൽ R തന്നെ ഇവിടെ യൂസ് ചെയ്യുക. ഇത് ജനറൽ ഫോർമുലയായിട്ട് ഞാൻ സ്മോൾ r എടുത്തു. ക്യാപിറ്റൽ R ഇവിടെ എന്ത് കൊടുക്കുക? ക്യാപിറ്റൽ R. അതൊക്കെ ശ്രദ്ധിക്കണം, തെറ്റാൻ ചാൻസ് ഉള്ളതാണ്. λ/πε0r. അപ്പോൾ ഈ r തന്നിരുന്ന അതേ ഡിസ്റ്റൻസ് എടുക്കുക. ഓപ്ഷൻ നോക്കുക, ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. അപ്പോൾ ഇവിടെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് ഈ ഫോർമുലയാണ്. ഒരു ലൈൻ ചാർജ് കൊണ്ടുള്ള ചാർജ് ഈസ് ഈക്വൽ ടു λ/2πε0r. r എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ആണ്. ആ കണ്ടക്ടറിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ട പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് r. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
two point charges A and B having charges plus Q and minus Q respectively are placed at a certain distance apart and force acting between them is F. If 25% charge of A is transferred to B, then the force between the charges becomes, അതായത് രണ്ട് ചാർജസ് ഉണ്ട് എയും ബിയും, അതൊരു സർട്ടൺ ഡിസ്റ്റൻസിൽ വെച്ചിരിക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ഫോഴ്സ് എഫ്. ഇനി 25% ഓഫ് ചാർജ് എയിൽ നിന്ന് ബിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ എയുടെ ചാർജ് 25% കുറയുകയും ബിയുടെ ചാർജ് 25% കൂടുകയും ചെയ്തു. ദെൻ വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് ഫോഴ്സ് ബിറ്റ്വീൻ ദി ചാർജസ്? ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് രണ്ട് ചാർജസ് ഉണ്ട്, എയും ബിയും. എയിൽ പ്ലസ് ക്യൂ ആണ്, ബിയിൽ മൈനസ് ക്യൂ ആണ് ഇരിക്കുന്നത്. രണ്ട് ചാർജസ് എ ആൻഡ് ബി രണ്ട് പോയിന്റ്സിൽ ഇരിക്കുകയാണ്. ഇതിനിടയിലുള്ള ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ഡിസ്റ്റൻസ് ആർ എന്ന് തന്നിട്ടുണ്ടല്ലേ, ഡിസ്റ്റൻസ് ആർ. ദെൻ ഫോഴ്സ് ബിറ്റ്വീൻ ദീസ് ടു ചാർജസ് ഈസ് എഫ്. ഇത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതാണ്. ഈ രണ്ട് ചാർജസും തമ്മിലുള്ള ഫോഴ്സ് കൂളംസ് ലോ വെച്ചിട്ട് നിങ്ങൾക്കറിയാം, 1/4πε0 q into q, q square by r square. ഇക്വേഷൻ നമ്പർ 1. ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 25% ഓഫ് എ ഈസ് ട്രാൻസ്ഫേർഡ് ടു ബി. എയുടെ ചാർജിൻ്റെ 25% ബിക്ക് ട്രാൻസ്ഫർ ചെയ്തു. ദെൻ വാട്ട് വിൽ ബി ദ ഫോഴ്സ് ബിറ്റ്വീൻ ദം? അതിനിടയിലുള്ള ഫോഴ്സ് എന്തായിരിക്കും? അപ്പം നമുക്ക് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷമുള്ള എയുടെ ചാർജ് ട്രാൻസ്ഫർ നടന്നതിന് ശേഷം എയുടെ ചാർജ് എന്ന് പറഞ്ഞാൽ എയുടെ ചാർജ് ക്യൂ മൈനസ് 25% പോയി കഴിഞ്ഞു. 25% എന്ന് പറഞ്ഞാൽ 25/100 ആണ്. ദാറ്റ് ഈസ് ക്യൂ ബൈ 4. ഓക്കെ, 25% ഓഫ് ക്യൂ എന്ന് പറഞ്ഞാൽ ക്യൂ ഇൻറ്റു 25/100, ദാറ്റ് ഈസ് ക്യൂ ബൈ 4. അപ്പോൾ ക്യൂ മൈനസ് ക്യൂ ബൈ 4 ആണ് റിമൈനിങ് ചാർജ്, വിച്ച് ഈസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് 4q മൈനസ് ക്യൂ 3q/4. ക്യൂവിൽ ഇനി ക്യൂവിലുള്ള ക്യൂവിൻ്റെ ചാർജ് എ എന്ന് പറഞ്ഞ പോയിന്റ് ഇരിക്കുന്ന ക്യൂവിൻ്റെ ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷമുള്ള ചാർജ് ക്യൂ ഡാഷ് ഇസ് ഈക്വൽ ടു 3/4q. അതുപോലെ ചാർജ് ബിക്ക് കിട്ടിയിട്ടുണ്ട് ക്യൂ ബി ഡാഷ്. ബിയിലെ ചാർജ് ക്യൂവിന് ഇനിയിപ്പോൾ 25% കിട്ടിക്കഴിഞ്ഞതിന് ശേഷമുള്ള ചാർജ്, ദാറ്റ് ഈസ് അവിടെ മൈനസ് ക്യൂ ആണ് കിട്ടുന്നത്. മൈനസ് ക്യൂ പ്ലസ് കിട്ടുന്നത് എത്രയാണ്? 25% ഓഫ് ക്യൂ ആണ്, ദാറ്റ് ഈസ് 1/4q. മൈനസ് ക്യൂവിൻ്റെ കൂടെ നമുക്കിപ്പോൾ 1/4q കൂടെ കിട്ടിയിരിക്കുകയാണ് അല്ലേ. ഇത് മൈനസ് ആയതുകൊണ്ട് -4q മൈനസ് ക്യൂ മൈനസ് 3q/4 ആണ് ബിയിലെ റിമൈനിങ് ചാർജ്. ഓക്കെ, പുതിയ രണ്ട് ചാർജസ് കിട്ടി. എയിൽ 3q/4 ബിയിൽ -3q/4 ആണ്. Then force F is equal to 1/4πε0 into 3q/4 into -3q/4 into r square. ഞാൻ r square ഇവിടെ എഴുതി. ഓക്കെ, ദിസ് വിൽ ബി ഈക്വൽ ടു മൈനസ് ആദ്യം എഴുതി കഴിഞ്ഞാൽ -4πε0 r square. 3 into 3 9/16 q square. ഓക്കെ, എഫ് ഡാഷ് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു, നിങ്ങളിവിടെ നോക്കിയേ, എഫുമായിട്ട് കമ്പയർ ചെയ്യുമ്പം എഫിൻ്റെ ഫോർമുല എന്തായിരുന്നു? 1/4πε0 q²/r² എഫ് ആണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 1/4πε0 q²/r² ഉണ്ട്. അതിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? -f കൊടുക്കാൻ പറ്റുമല്ലേ? f ഇൻറ്റു 9/16. So f dash is equal to 9/16f. f dash is equal to മാഗ്നിറ്റ്യൂഡ് മാത്രം എടുത്തു കഴിഞ്ഞാൽ 9/16f എന്നാണ് കിട്ടുന്നത്. ഓപ്ഷൻ സി ആണ്. A point charge plus q is placed at the center of a cube of side L. The electric flux emerging from the cube is, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഒരു ക്യൂബിൻ്റെ സെൻറ്ററിൽ ഒരു പ്ലസ് ക്യൂ ചാർജ് വെച്ചിട്ടുണ്ട്. ക്യൂബിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഇലക്ട്രിക് ഫ്ലക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഗോസസ് ലോ വെച്ചിട്ട് ഫ്ലക്സ് ഇസ് ഈക്വൽ ടു 1/ε0 ടൈംസ് ടോട്ടൽ ചാർജ് ആണ്. ആ ചാർജ് എൻക്ലോസ് ചെയ്തിരിക്കുന്ന സർഫസിൻ്റെ സൈസിനെയോ ഷേപ്പിനെയോ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ടോട്ടൽ ഫ്ലക്സ് ആണ്. സോ ടോട്ടൽ ഫ്ലക്സ് കമ്മിങ് ഔട്ട് ഓഫ് ദി ക്യൂബ് ഇസ് ഈക്വൽ ടു q/ε0. ഓപ്ഷൻ ഡി.
ക്യൂബിൻ്റെ പ്രോബ്ലം വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ക്യൂബിൻ്റെ സെൻട്രൽ ക്യൂ ചാർജ് വെച്ചിരുന്നാൽ ക്യൂബിൽ നിന്ന് വരുന്ന ടോട്ടൽ ഫ്ലക്സ് ഫൈ ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0. ഇനി ഏതെങ്കിലും ഒരു ഫേസിലൂടെ വരുന്ന 6 ഫേസ് ഉണ്ടല്ലേ, ഒരു ഫേസിലൂടെ വരുന്ന ഫ്ലക്സ് ചോദിച്ചാൽ 1/6 ഇൻറ്റു ക്യൂ ബൈ എപ്സിലോൺ 0. ഇനി ഒരു ക്വസ്റ്റ്യൻ വരാം, ഏതെങ്കിലും ഒരു കോർണറിൽ ഒരു ചാർജ് ഇരിക്കുന്നു എന്നാണ് അല്ലേ. കോർണറിൽ ചാർജ് ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ഓർത്ത് വയ്ക്കേണ്ട ഫോർമുല ഫ്ലക്സ് ടോട്ടൽ ഫ്ലക്സ് ഇസ് ഈക്വൽ ടു 1/8 ഇൻറ്റു ക്യൂ ബൈ എപ്സിലോൺ 0. ഇനിയിപ്പോൾ അടുത്ത പ്രോബ്ലംസ് ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും 1/8 ഇൻറ്റു ക്യൂ ബൈ എപ്സിലോൺ 0 ആണ് കോർണറിൽ ചാർജ് ഇരുന്നത്. ഇനി ഈ ക്വസ്റ്റ്യൻ നോക്കുക, നേരത്തെ 96-ൽ ചോദിച്ചതായിരുന്നു ക്യൂബിൻ്റെ ക്വസ്റ്റ്യൻ, ഇത് 2001-ൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എ ചാർജ് Q microcoulomb is placed at the center of a cube. The flux coming out from each phase will be. ഇപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, നേരത്തെ ടോട്ടൽ ഫ്ലക്സ് ഫ്രം ദി ക്യൂബാണ് ചോദിച്ചത്. ഇവിടെ ക്യൂബിൻ്റെ ഒരു ഫേസിൽ അല്ലെങ്കിൽ ഓരോ ഫേസിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഫ്ലക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഫ്ലക്സ് കമ്മിങ് ഔട്ട് ഫ്രം ഈച്ച് ഫേസ് വിൽ ബി. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് Q/6 എപ്സിലോൺ 0 എന്നാണ്. അതായത് ക്യൂബിന് 6 ഫേസസ് ഉണ്ടല്ലേ, അപ്പോൾ ടോട്ടൽ ഫ്ലക്സ് Q/ε 0 ആണ്. അപ്പോൾ അത് എല്ലാ 6 ഫേസിലും കൂടെയാണ് Q/ε 0 വരുന്നത്. ഫ്ലക്സ് കമ്മിങ് ഔട്ട് ഫ്രം ഈച്ച് ഫേസ് ഈസ് 1/6 ആയിരിക്കും, ടോട്ടലിൻ്റെ 1/6, ദാറ്റ് ഈസ് 1/6 ഓഫ് Q/ε 0. Q എന്ന് പറയുന്നത് മൈക്രോ കൂളം എന്നാണ് തന്നിരുന്നത്. അപ്പോൾ Q ഇൻറ്റു 10⁻⁻6 ആണ് എടുക്കേണ്ടത്, ഡിവൈഡഡ് ബൈ 6 എപ്സിലോൺ 0, ഓപ്ഷൻ എ. അപ്പോൾ ക്യൂബിൻ്റെ ക്വസ്റ്റ്യൻ വന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കുക, ആ സർഫസിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ടോട്ടൽ ഫ്ലക്സ് ചോദിച്ചാൽ Q/ε 0. ഇനി അതൊരു ക്യൂബാണ്, സർഫസ് ഒരു ക്യൂബിക്കൽ സർഫസ് ആണെങ്കിൽ അതിൻ്റെ ഒരു ഫേസിൽ നിന്ന് വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ 1/6 എടുത്തിട്ട് Q/ε 0. ഇനി വേറൊരു ടൈപ്പ് കൂടെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്, അത് നോക്കാം അടുത്ത ക്വസ്റ്റ്യനിൽ. ഇത് നോക്കുക, ഇത് 2012-ൽ ചോദിച്ച ക്വസ്റ്റ്യനാണ്. വാട്ട് ഈസ് ദി ഫ്ലക്സ് ത്രൂ എ ക്യൂബ് ഓഫ് സൈഡ് എ ഇഫ് എ പോയിൻറ്റ് ചാർജ് ക്യൂ ഈസ് അറ്റ് വൺ ഓഫ് ഇറ്റ്സ് കോർണർ. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും ഇപ്പോൾ ഇത് മൂന്നാമത്തെ ക്വസ്റ്റ്യനാണ്, മൂന്നും ഡിഫറെൻ്റ് ആണ്. ഒരു ക്യൂബിൻ്റെ ഒരു കോർണറിലാണ് ഒരു ചാർജ് വെച്ചിരിക്കുന്നത്. ദെൻ വാട്ട് ഈസ് ദി ഫ്ലക്സ് ത്രൂ ദി ക്യൂബ്. ഇപ്പോൾ ഒരു കോർണറിലാണെങ്കിൽ നമുക്ക് അവിടെ ആൻസർ എന്ന് പറയുന്നത്, ഇത് പഠിച്ചു വയ്ക്കുക, Q/ε 0യുടെ 1/8 ആയിരിക്കും. ദാറ്റ് ഈസ് ഇവിടെ ഓപ്ഷൻ ബി ആണ്, Q/8 എപ്സിലോൺ 0. മനസ്സിലായോ? ഇപ്പോൾ ഒരു ക്യൂബിൻ്റെ ഒരു കോർണറിലാണ്, ഏതെങ്കിലും ഒരു കോർണറിലാണ് വെച്ചിരിക്കുന്നതെങ്കിൽ നമുക്ക് വരുന്നത് എത്രയായിരിക്കും? Q/8 എപ്സിലോൺ 0 ആയിരിക്കും. ഈ മൂന്ന് ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് മനസ്സിലായി ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടല്ലേ, പക്ഷേ സെയിം ക്വസ്റ്റ്യൻ അല്ല, ഒരേ പോർഷനിൽ നിന്ന് മാറ്റി മാറ്റിയാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മളൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഉള്ള എല്ലാ പോർഷനും പഠിക്കുക. അപ്പോൾ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ചെയ്യാൻ പറ്റും. ഈ ക്വസ്റ്റ്യൻ നോക്കുക, എ ചാർജ് Q ഈസ് ലൊക്കേറ്റഡ് അറ്റ് ദി സെൻറ്റർ ഓഫ് എ ക്യൂബ്. ദി ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എനി ഫേസ് ഈസ്. 2003-ൽ ചോദിച്ച ക്വസ്റ്റ്യനാണ്. തൊട്ട് മുമ്പ് നമ്മൾ കണ്ടു കഴിഞ്ഞു, ഏതെങ്കിലും ഒരു ഫേസിലൂടെ വരുന്ന ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ Q/6 എപ്സിലോൺ 0 ആണ്. പക്ഷേ അങ്ങനെയല്ല ഓപ്ഷൻ തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ എന്തായാലും Q/6 എപ്സിലോൺ 0 ആണ് ആൻസർ. അപ്പം നമുക്ക് ഓപ്ഷൻ നോക്കാം, Q/6 എപ്സിലോൺ 0യുമായിട്ട് മാച്ച് ചെയ്യുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നിങ്ങളുടെ ഓപ്ഷൻ ബി നോക്കുക. ഓപ്ഷൻ ബിയിൽ 4πQ/6 ഇൻറ്റു 4πε 0. ആ ഒരു ഓപ്ഷൻ മാത്രം ആ 4π ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ Q/6 എപ്സിലോൺ 0 എന്ന് കിട്ടും. ബാക്കി എല്ലാ ഓപ്ഷനും വേറെ വേറെ ഡിഫറെൻ്റ് ആൻസറാണ് കിട്ടുന്നത്. ക്യൂബിൻ്റെ ഒരു ഫേസിലൂടെ വരുന്ന ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ Q/6 എപ്സിലോൺ 0 ആണ്, അതിന് മാറ്റമില്ല. അപ്പോൾ ഓപ്ഷൻ ബിയിലെ ആ 4π കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ് നമ്മളെ തെറ്റിക്കാൻ വേണ്ടി. അപ്പോൾ അങ്ങനെയും വരാം, അപ്പോൾ അതുകൂടെ ശ്രദ്ധിക്കുക, ഓപ്ഷൻ ബി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എ ഹോളോ സിലിണ്ടർ ഹാസ് എ ചാർജ് Q കൂളം വിത്തിൻ ഇറ്റ്. ഇഫ് Phi ഈസ് ദി ഇലക്ട്രിക് ഫ്ലക്സ് ഇൻ യൂണിറ്റ്സ് ഓഫ് വോൾട്ട് മീറ്റർ അസോസിയേറ്റഡ് വിത്ത് എ കർവ്ഡ് സർഫസ് ബി. ഒരു കർവ്ഡ് സർഫസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഫ്ലക്സ് Phi ആണെന്ന് തന്നിട്ടുണ്ട്. ദി ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദി പ്ലെയിൻ സർഫസ് എ ഇൻ യൂണിറ്റ്സ് ഓഫ് വോൾട്ട് മീറ്റർ വിൽ ബി.
ഒരു ഹോളോ സിലിണ്ടർ ഉണ്ട്, അതിൻ്റെ കേർവ്ഡ് സർഫസിലെ ഫ്ലക്സ് തന്നിട്ടുണ്ട്. ആ ഫ്ലാറ്റായിട്ട് വരുന്ന അല്ലെങ്കിൽ പ്ലെയിൻ സർഫസിലെ ഫ്ലക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇവിടെ ഒരു കർവ്ഡ് സർഫസും ഉണ്ട്, രണ്ട് ഫ്ലാറ്റ് അല്ലെങ്കിൽ പ്ലെയിൻ സർഫസസും ഉണ്ട് അല്ലേ. ഇലക്ട്രിക് ഫ്ലക്സ് അസോസിയേറ്റഡ് വിത്ത് കർവ്ഡ് സർഫസ് ഈസ് ഫൈ ബി ഈക്വൽ ടു ഫൈ എന്ന് തന്നിട്ടുണ്ട്. സോ ടോട്ടൽ ഫ്ലക്സ് ഫൈ ഈക്വൽ ടു ഈ മൂന്ന് സർഫസിലുള്ള ഫ്ലക്സ് ആഡ് ചെയ്യണം. ദാറ്റ് ഈസ് ഫൈ എ പ്ലസ് ഫൈ ബി പ്ലസ് ഫൈ സി ആണ്. എയും സിയും ഒരുപോലെയുള്ള സർഫസാണ്, രണ്ട് ഫ്ലാറ്റ് സർഫസ്. എയിലെയും സിയിലെയും ഫ്ലക്സ് സെയിം ആയിരിക്കും. ഫൈ എ ഈക്വൽ ടു ഫൈ സി ആയിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് ഈ ഇക്വേഷൻ 1 എന്ന് എഴുതിയ ടോട്ടൽ ഫ്ലക്സിനെ ഞാൻ ഒന്നുകൂടെ മാറ്റി എഴുതിയാണ്. ഫൈ ഈസ് ഈക്വൽ ടു ഫൈ എ പ്ലസ് ഫൈ ബിക്ക് പകരം ഫൈ കൊടുക്കാം. ഫൈ എന്ന് ക്വസ്റ്റ്യൻ തന്നിരുന്നു. ഫൈ സി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു ഫൈ എ. ഫൈ എ എന്ന് തന്നെ ഞാൻ കൊടുത്തു. ദാറ്റ് ഈസ് 2 ഫൈ എ പ്ലസ് ഫൈ ആണ് നമ്മുടെ ടോട്ടൽ ഫ്ലക്സ്. ടോട്ടൽ ഫ്ലക്സ് ഫൈ ഡാഷ് എന്നോ എന്തെങ്കിലും നമുക്ക് കൊടുക്കാം. ഇനി നിങ്ങൾക്കറിയാം ടോട്ടൽ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഗോസസ് തിയറം അനുസരിച്ചിട്ട് Q by epsilon 0 ആണ്. സോ ദിസ് വിൽ ബി ഈക്വൽ ടു Q by epsilon 0. ടോട്ടൽ ഫ്ലക്സ് ഇസ് ഈക്വൽ ടു Q by epsilon 0 വിച്ച് വിൽ ബി ഈക്വൽ ടു 2 ഫൈ എ പ്ലസ് ഫൈ ബി ആയിരുന്നു, ഫൈ എന്ന് കൊടുത്തു. ഓക്കെ, ഇത് മനസ്സിലായല്ലോ. എയിലെയും ബിയിലെയും സിയിലെയും ഫ്ലക്സ് ആഡ് ചെയ്തു. എയ്ക്കും സിക്കും ഫ്ലക്സ് ഒരുപോലെ ആയിരുന്നു, ബിയിലെ ഫ്ലക്സ് ഫൈ എന്ന് തന്നിരുന്നു. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫ്ലക്സ് അസോസിയേറ്റഡ് വിത്ത് എ ആണ്. അപ്പോൾ നമുക്ക് 2 ഫൈ എ ഇസ് ഈക്വൽ ടു എന്തെഴുതാം? Q by epsilon 0 മൈനസ് ഫൈ എന്ന് എഴുതാൻ പറ്റും. നമുക്ക് ആൻസറിലേക്ക് എത്തിക്കഴിഞ്ഞു അല്ലേ. ഇനി ഫൈ എ ഈക്വൽ ടു 2 റൈറ്റിലേക്ക് പോകുമ്പോൾ 1/2 ഇൻറ്റു Q by epsilon 0 മൈനസ് ഫൈ എന്ന് കിട്ടുന്നു. ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഓപ്ഷൻ ഡി ആയിട്ട് ഈ ആൻസർ കാണാം. ഇത് മനസ്സിലായല്ലോ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The given figure gives electric field lines of force due to two charges Q1 and Q2. What are the signs of the two charges? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ പ്രോപ്പർട്ടീസ് പഠിക്കുമ്പോൾ നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് ലൈൻ സ്റ്റാർട്ട്സ് ഫ്രം പോസിറ്റീവ് ചാർജ് ആൻഡ് എൻഡ്സ് അറ്റ് നെഗറ്റീവ് ചാർജ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻ സ്റ്റാർട്ട്സ് ഫ്രം പോസിറ്റീവ് ചാർജ് ആൻഡ് എൻഡ്സ് അറ്റ് നെഗറ്റീവ് ചാർജ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് എല്ലാ ലൈൻസും ആ Q1ലേക്കും Q2ലേക്കുമാണ് എത്തിച്ചേരുന്നത്. അപ്പോൾ Q1ഉം Q2ഉം നെഗറ്റീവ് ആയിരിക്കും. സോ ഓപ്ഷൻ സി ബോത്ത് ആർ നെഗറ്റീവ്. അടുത്ത ക്വസ്റ്റ്യൻ. എ സ്ക്വയർ സർഫസ് ഓഫ് സൈഡ് L meters ഈസ് ഇൻ ദി പ്ലെയിൻ ഓഫ് ദി പേപ്പർ. എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് E volt per meter also in the plane of the paper is limited only to the lower half of the square surface. The electric flux in SI unit associated with the surface is. ഒരു സ്ക്വയർ ഉണ്ട്, അത് പേപ്പറിൻ്റെ അതേ പ്ലെയിനിൽ തന്നെയാണ്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ തന്നിട്ടുണ്ട്, പക്ഷേ അത് സ്ക്വയറിൻ്റെ ലോവർ ഹാഫിൽ മാത്രമേ ഉള്ളൂ. ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ വാല്യൂ ആണ് സൂചിച്ചിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യനിൽ ഒരു L ലെങ്തുള്ള സ്ക്വയർ ഉണ്ട്, അതൊരു ഇലക്ട്രിക് ഫീൽഡിലാണ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് അതിൻ്റെ ലോവർ ഹാഫിലൂടെ കടന്നു പോകുന്നുണ്ടല്ലേ. അപ്പോൾ ഇവിടെ ഇത് പേപ്പറിൻ്റെ പ്ലെയിനിൽ തന്നെയാണ് ഈ സ്ക്വയർ ഇരിക്കുന്നത് അല്ലേ. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനൊരു സ്ക്വയർ ഉണ്ട്, അത് ഇരിക്കുന്നത് ഈ പേപ്പറിൻ്റെ പ്ലെയിനിലാണ്. അപ്പോൾ ആ സ്ക്വയറിൻ്റെ ഏരിയയ്ക്ക് ഒരു വെക്ടർ ഉണ്ട്. ഏരിയൽ വെക്ടർ എന്ന് പറഞ്ഞാൽ ഇതിന് പെർപെൻഡിക്കുലർ ആയിരിക്കും ഈ പ്ലെയിനിന്, അതായത് ഇങ്ങനെ ഈ പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ വരും. മനസ്സിലായി, ഇതാണ് ഏരിയൽ വെക്ടർ. ഇനി ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് പാസ് ചെയ്യുന്നത് ഇതേ ഡയറക്ഷനിലാണ്. ഇലക്ട്രിക് ഫീൽഡ് ഈ സർഫസിൻ്റെ, അതായത് സർഫസ് ഇരിക്കുന്ന പേപ്പറിൻ്റെ പ്ലെയിനിലാണ്, അതേ ഡയറക്ഷനിലാണ് ഇലക്ട്രിക് ഫീൽഡ്. ഈയുടെ ഡയറക്ഷൻ പേപ്പറിൻ്റെ അതേ ഡയറക്ഷൻ. പക്ഷെ നിങ്ങൾക്കറിയാം ഇവിടുത്തെ ഫ്ലക്സ് എങ്ങനെയാണ്, ഇതിന് പെർപെൻഡിക്കുലറായിട്ട് ഇങ്ങനെയാണ്. ഫ്ലക്സ് അല്ല, സോറി, ഇവിടുത്തെ ഏരിയ എന്ന് പറഞ്ഞാൽ ആ ഏരിയൽ വെക്ടർ ഏരിയയ്ക്ക് പെർപെൻഡിക്കുലർ ആയിരിക്കും. സോ ഏരിയൽ വെക്ടറിൻ്റെ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു ഏരിയ ആയിരിക്കും. ഇനി നിങ്ങൾ നോക്കുക, ഏരിയൽ വെക്ടർ ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ടിരിക്കുന്നു, ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ പോകുന്നു അല്ലേ. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും അല്ലേ. ഏരിയൽ വെക്ടറും ഞാൻ ഇവിടെ ഇപ്പോൾ വരച്ച് കാണിക്കുകയാണെങ്കിൽ ഇങ്ങനെ പെർപെൻഡിക്കുലറാണ് ഏരിയൽ വെക്ടറും ഇയും തമ്മിലുള്ള ആംഗിൾ 90 ആണ്. അപ്പോൾ ഇവിടെ ഒരു ചെറിയ ഏരിയ ആണ് ഞാൻ എടുത്ത DS. ആ DS എന്ന് പറഞ്ഞ വെക്ടറും ഇക്കും ഇടയിലുള്ള ആംഗിൾ 90 ഡിഗ്രി. Then flux phi equal to integral E dot ds, which is equal to E ds cos 90 integral. Cos 90 is 0. So E flux phi is equal to 0. Okay, flux എത്രയായിരിക്കും? 0, because angle between electric field and the aerial vector.
ചെറിയൊരു ഏരിയ ഡി എസ് എടുത്തു. ഏരിയൽ വെക്ടർ എന്ന് വെച്ചാൽ ആ ഏരിയയുടെ സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പം ഇലക്ട്രിക് ഫീൽഡ് ആ സർഫസിലൂടെയാണ് പോയത്. രണ്ടും തമ്മിലുള്ള ആംഗിൾ 90. ഈ ഡോട്ട് ഡി എസ് ആയിരുന്നു. ഡോട്ട് മാറ്റുമ്പം cos 90 0. അടുത്ത ക്വസ്റ്റ്യൻ, എ പാർട്ടിക്കിൾ ഓഫ് മാസ് m ആൻഡ് ചാർജ് q ഈസ് പ്ലേസ്ഡ് അറ്റ് റെസ്റ്റ് ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് E ആൻഡ് ദെൻ റിലീസ്ഡ്. ദ കൈനറ്റിക് എനർജി അറ്റൈൻഡ് ബൈ ദി പാർട്ടിക്കിൾ ആഫ്റ്റർ മൂവിങ് എ ഡിസ്റ്റൻസ് y. ഇപ്പോൾ റെസ്റ്റിലിരുന്ന ചാർജ് എന്ത് ചെയ്യാണ്, ഇലക്ട്രിക് ഫീൽഡിൽ നിന്ന് റിലീസ് ചെയ്യുന്നു. അപ്പോൾ അതിനെ അറ്റൈൻ ചെയ്യുന്ന കൈനറ്റിക് എനർജി. നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ചാർജ് Q ഇരിക്കുകയാണ്. അതിൻ്റെ മാസ് m, അത് റെസ്റ്റിലായിരുന്നു. ദെൻ അത് റിലീസ് ചെയ്തു. ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് E ആണ്. റിലീസ് ചെയ്തപ്പോഴുള്ള വെലോസിറ്റിയും കൈനറ്റിക് എനർജിയാണ് കണ്ടുപിടിക്കേണ്ടത്. വെലോസിറ്റി അറിഞ്ഞാലേ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാൻ പറ്റൂ. അപ്പം നിങ്ങൾ ഈ എൻട്രൻസിനൊക്കെ ആൻസർ ചെയ്യുമ്പോൾ വർക്കിംഗ് കോളത്തിൽ നമ്മൾ കാൽക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞ് ഓരോ പ്രോബ്ലം ചെയ്ത് കഴിയുമ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു ലൈൻ വരയ്ക്കണം. എന്നിട്ട് അടുത്തത് ചെയ്ത് തുടങ്ങാവൂ. അപ്പോൾ ഇവിടെ നോക്കാം, നമുക്കിവിടെ ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ചാർജ് Q ഇരുന്നാൽ അതിനൊരു ഫോഴ്സ് കിട്ടും അല്ലേ. F = Q × E ആയിരിക്കും ഇലക്ട്രിക് ഫീൽഡിൽ ചാർജ് Q ഉണ്ടെങ്കിൽ. ദെൻ ആക്സിലറേഷൻ = F/m എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് QE/m. നമുക്ക് ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. QE/m ആയിരിക്കും. ഇനി കൈനറ്റിക് എനർജിക്ക് വെലോസിറ്റി വേണം. വെലോസിറ്റി v² - u² = 2as എന്ന് നമുക്ക് കൊടുക്കാൻ പറ്റും അല്ലേ. വെലോസിറ്റി v² - u² = 2as. ദെൻ v², u 0 ആണ്. v² = 2 × എക്ക് പകരം QE/m × അതിനുണ്ടായ ഡിസ്പ്ലേസ്മെൻറ്റ് y. ഓക്കെ, നമുക്ക് v² കിട്ടിയല്ലോ. ഇനി വളരെ സിമ്പിളാണ്. കൈനറ്റിക് എനർജി = ½ mv². ദിസ് വിൽ ബി = ½ × m × v². ഇപ്പം നമ്മുടെ കയ്യിലുണ്ട് 2 × QE/m × y. isn't it? അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? 2 ക്യാൻസൽ ചെയ്യുന്നു, m ക്യാൻസൽ ചെയ്യുന്നു. QE × y എന്ന് കിട്ടുന്നു. കൈനറ്റിക് എനർജി = QE × y. നമ്മുടെ ഓപ്ഷൻ A. അപ്പോൾ നിങ്ങളിത് ചെയ്ത് കഴിഞ്ഞാൽ പരീക്ഷയ്ക്കാണെങ്കിൽ നിങ്ങളിങ്ങനെ ഒരു ലൈൻ അങ്ങ് വരച്ച് സെപ്പറേറ്റ് ചെയ്തിട്ട് വേണം അടുത്തത് ചെയ്ത് തുടങ്ങാൻ. പിന്നീട് ഇതിൻ്റെ ബാക്കി നമ്മുടെ കാൽക്കുലേഷനിൽ അടുത്ത ക്വസ്റ്റ്യനിൽ നമുക്കൊരു കൺഫ്യൂഷൻ വരാൻ പാടില്ല. അപ്പം നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ എയർ ഈസ് റീപ്ലേസ്ഡ് ബൈ എ ഡൈലക്ട്രിക് മീഡിയം ഓഫ് കോൺസ്റ്റൻറ്റ് K, ദി മാക്സിമം ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദി ടു ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് ഈസ്. ഇപ്പോൾ എയർ മാറ്റിയിട്ട് ഡൈലക്ട്രിക് മീഡിയം വയ്ക്കുകയാണ്, കോൺസ്റ്റൻറ്റ് K ഉള്ളു. ദെൻ ഫോഴ്സ് എത്രയാകുന്നു എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഒരു മീഡിയത്തിലെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എയറിലെ ഫോഴ്സിനെ ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന അത്രയും ടൈംസ് ആണ്. അതായത് മീഡിയത്തിലെ ഫോഴ്സ് Fm = F0. എയറിലെ ഫോഴ്സ് F0 എന്ന് കൊടുത്താൽ F0/K ആയിരിക്കും. കെയുടെ വാല്യൂ എന്താണ്? 1നേക്കാൾ കൂടിയ നമ്പറാണ്. അതുകൊണ്ട് നമുക്ക് K കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഫോഴ്സ് ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. ഫോഴ്സ് ഡിക്രീസസ് K ടൈംസ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെയുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഡിസ്കസ് ചെയ്ത് നോക്കുക. നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ ഫോർമുല എല്ലാം കൂടി ഇതിന് തൊട്ട് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നോക്കി പഠിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.